ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ എണീറ്റപ്പോഴേ നല്ല മഴ ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം മഴ തോർന്നിട്ടേ ഇല്ല. എനിക്ക് രാവിലെ നടക്കാൻ പോകാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് ഞാൻ 5 മിനിറ്റ്സ് വർക്കൗട്ട് ചെയ്തു. പൊതിച്ച് മൂടി കിടക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബട്ട് നമുക്ക് പഠിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ എണീറ്റു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാനൊരു 5 മിനിറ്റ്സ് മെഡിറ്റേറ്റ് ചെയ്തു കേട്ടോ. മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 9 o'clock ആയി ഞാൻ പിന്നെ പഠിക്കാനിരുന്നപ്പോൾ ഇന്ന് ഞാൻ നോക്കിയത് ജോഗ്രഫിയാണ്. ജോഗ്രഫി എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നല്ല എൻഗേജിങ് സബ്ജക്റ്റാണ്. ഇന്ന് ഞാൻ നോക്കിയ ടോപ്പിക്ക് ബൗണ്ടറീസ് ആൻഡ് ലൊക്കേഷൻസ് ആയിരുന്നു. പിന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് റാങ്ക് ഫയലാണ് ഞാൻ യൂസ് ചെയ്യണതെന്ന്. ഞാൻ കരിയർ ഗൈഡൻസിൻ്റെ റാങ്ക് ഫയലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡിഗ്രി ലെവൽ റാങ്ക് ഫയലാണ് കേട്ടോ. LDCക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയലല്ല. കാരണം ഇത് ഞാനൊരു 6 month മുന്നേ വാങ്ങിയതാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ എക്സാം വന്നല്ലോ, ആ ടൈമിൽ പഠിക്കണം എന്ന് വിചാരിച്ച് വാങ്ങിയ ടെക്സ്റ്റാണ്. ബട്ട് ഞാൻ ഒരു പേജ് പോലും പഠിച്ചിട്ടില്ല, ഞാൻ തുറന്നിട്ട് പോലുമില്ല. ഞാൻ ഇപ്പോഴാണ് ഇത് ഓപ്പൺ ആക്കുന്നത് തന്നെ. LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഞാൻ ആലോചിച്ചു LDCയുടെ റാങ്ക് ഫയൽ വാങ്ങണോ. അത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു റാങ്ക് ഫയൽ ഉണ്ടല്ലോ, അത് ജസ്റ്റ് കവർ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിപ്പോൾ LDCക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യണം എന്നാണ്. കാരണം പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെന്തായാലും ആഗ്രഹിക്കുന്ന ഒരു ഡിഗ്രി ലെവൽ ക്വാളിഫിക്കേഷനുള്ള എക്സാം ക്രാക്ക് ചെയ്യണം എന്നാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ വെച്ചിട്ട് തന്നെ പഠിക്കുന്നത്. LDC എന്ന് പറയുന്ന ഒരു 10th ലെവൽ എക്സാം ആണെങ്കിലും ബട്ട് ക്വസ്റ്റ്യൻസൊക്കെ ഹൈ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. കാരണം ഇപ്പോഴും നമ്മുടെ എക്സാം പാറ്റേൺസും അതിൻ്റെ രീതിയൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അത്രയും ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നല്ല നല്ല സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് നിന്നാണ് ഇപ്പോൾ മെയിനായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എന്തുകൊണ്ടും എനിക്ക് തോന്നി ഡിഗ്രി ലെവൽ ഒരു റാങ്ക് ഫയൽ വെച്ചിട്ട് തന്നെ പഠിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് റെഫർ ചെയ്യുന്നത് കേട്ടോ. ബട്ട് ആസ് എ ബിഗിനർ നമ്മളൊരിക്കലും ഒരു വലിയ റാങ്ക് ഫയൽ തൊട്ട് തുടങ്ങണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ബേസൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ റാങ്ക് ഫയൽ വാങ്ങുന്നതായിരിക്കും ബെറ്റർ. ഒരു ചെറിയ റാങ്ക് ഫയൽ പഠിച്ചിട്ട് പിന്നെ ഒരു വലിയ റാങ്ക് ഫയൽ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആവും. ഇത് തന്നെ ഞാനിപ്പോൾ ജോഗ്രഫി പഠിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഫാക്ട്സ് ഉണ്ട്. ബൗണ്ടറീസ് ആൻഡ് ലൊക്കേഷൻസ് തന്നെ വടക്ക് തെക്ക് നോർത്ത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അതിർത്തി, അതിൻ്റെ രേഖകൾ എന്തൊക്കെയോ കുറേ ഉണ്ട്. അപ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ട്. ബട്ട് അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ആദ്യം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഞാനൊരു ഫസ്റ്റ് റീഡിംഗ് ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് റീഡിങ് കൊടുക്കും. ഒരു തേർഡ് റീഡിങ്ങും കൂടെ കൊടുക്കുമ്പോൾ മാത്രമേ ഞാൻ എന്താണ് പഠിക്കുന്നത് അതെനിക്ക് കോൺസെപ്റ്റ്സ് ഫുള്ളായിട്ട് ക്ലിയർ ആയി മനസ്സിലിരിക്കത്തുള്ളൂ. പുറത്ത് നല്ല മഴയായിരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മൂഡി ഫീലിംഗ് ആയിരുന്നു. പഠിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് കുറവുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സാലഡ് കഴിച്ചു കേട്ടോ. ഇത് ഞാൻ ഒരു ബ്രഞ്ച് ടൈമിൽ കഴിക്കുന്ന ഒരു സംഭവമാണ്. ക്യൂക്കമ്പറും ഒണിയനൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യൂക്കമ്പർ, ക്യാരറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് യോഗേർട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഒരു നല്ലൊരു ഹെൽത്തി ഫുഡാണ്. നമുക്ക് പെട്ടെന്ന് നല്ലൊരു എനർജി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിലും വെജിറ്റബിൾസ് നമ്മുടെ ഡെയിലി മീൽസിൽ നമ്മൾ ഉൾപ്പെടുത്താമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനൊക്കെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യും. നമ്മുടെ ബോഡിക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഞാൻ പിന്നെയും ജോഗ്രഫി തന്നെയാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്യുന്നത്. കാരണം ഞാൻ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാതെ എനിക്ക് ആ ബുക്ക് മടക്കി വയ്ക്കാൻ തോന്നത്തില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കും കേട്ടോ. ഒരു 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ഞാൻ പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ്സ് ഞാൻ ബ്രേക്ക് എടുക്കും. ഞാൻ നേരത്തെ ഫസ്റ്റ് റീഡിങ് കൊടുത്ത് വെച്ചത് പിന്നെയും സെക്കൻഡ് റീഡിങ് കൊടുക്കാൻ കേട്ടോ. തേർഡ് റീഡിങ് ഞാൻ നാളെ കൊടുക്കത്തുള്ളൂ. ഒരു റിവിഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ തേർഡ് റീഡിങ് കൊടുക്കുന്നത്. അത് ഞാൻ നാളെ നെക്സ്റ്റ് മോർണിംഗ് വല്ലതും തേർഡ് റീഡിങ് കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ നന്നായിട്ടത് സെക്കൻഡ് റീഡിങ് കൊടുക്കുവാണ്. ഇങ്ങനെ ഫസ്റ്റ് റീഡിങ്ങും സെക്കൻഡ് റീഡിങ്ങും കൊടുത്ത് കഴിഞ്ഞിട്ടും എൻ്റെ മെമ്മറിയിലൊന്നും ഒന്നും ഇരിക്കുന്നില്ല. കാരണം നല്ല കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് കാര്യങ്ങൾ. എല്ലാം കൂടി മാറിപ്പോകുന്നുണ്ട്. നമുക്ക് റീകോൾ ചെയ്തെടുക്കുന്ന ടൈമിൽ അത് നന്നായിട്ട് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. സ്റ്റാർട്ടിങ് ആയതുകൊണ്ടായിരിക്കും ഇത്രയും കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്നത്. പിന്നെ നമ്മൾ റിവൈസ് ചെയ്ത് വരുമ്പോൾ ഞാൻ വീക്കിലി റിവൈസ് ചെയ്യാറുണ്ട്. മന്ത്ലിയും റിവൈസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഞാൻ പഠിച്ചു തുടങ്ങിയിട്ട് ഒരു 1 month ആയിട്ടില്ല. അപ്പോൾ വീക്ക്ലി റിവിഷൻ സെക്ഷൻസും മന്ത്ലി റിവിഷൻ സെക്ഷൻസും വെക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലിരിക്കുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പഠിക്കാനിരുന്നിട്ട് തന്നെ ഇപ്പോൾ 4 hours ആയിട്ടോ. എൻ്റെ എനർജി ഫുള്ളും പോയിട്ടുണ്ട്. ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ പഠിക്കുന്നത്. പക്ഷെ അങ്ങനെ പഠിക്കുന്ന ടൈമിൽ ഒന്നും മനസ്സിലോട്ട് കയറത്തില്ല. പിന്നെ ഞാൻ പഠിക്കുന്നത് വെറുതെ വായിച്ച് പഠിക്കാനല്ല കേട്ടോ. ഞാൻ ഉറക്കെ വായിച്ചിട്ടാണ് പഠിക്കാറ്. അതുമല്ല, ഞാനിങ്ങനെ പഠിക്കുന്ന ടൈമിൽ വെറുതെ വായിച്ച് പഠിക്കുക, ഞാൻ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതി അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ പഠിക്കാറ്. ആ ടൈമിലാണ് എനിക്ക് കുറച്ചും കൂടി അത് എഫക്റ്റീവായിട്ട് തോന്നുന്നത്. എൻ്റെ മനസ്സിലും അതിരിക്കുന്നത്. ഞാൻ വേറെ ചെറിയൊരു കാർട്ടൂൺ പോലെയൊക്കെ ഞാൻ എൻ്റെ ചുമരിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാർട്ടൂണിന് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ പഠിക്കുന്നത് കേട്ടോ. ഭയങ്കര വിയേർഡായിട്ട് തോന്നുമായിരിക്കും, ബട്ട് എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്.
പിന്നെ ഞാൻ പഠിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ലഞ്ച് പ്രിപ്പയർ ചെയ്തു. എനിക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ഞാനിന്ന് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കിച്ചണിൽ പോയത്. ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബട്ട് ഒരു 50% സക്സസ് ആയിരുന്നു, 50% ഫ്ലോപ്പായിരുന്നു കേട്ടോ. എന്നാലും കഴിച്ചു കേട്ടോ. ടേസ്റ്റ് വൈസൊക്കെ ഓക്കെ ആയിരുന്നു, ബട്ട് എന്നാലും അത്ര പോരാ. അങ്ങനെയായിരുന്നു. പിന്നീട് ഞാൻ പുറത്തോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു മഴയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒന്നും പഠിച്ചില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഹെഡേക്കൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും പഠിച്ചില്ല. പിന്നെ ഞാൻ ഡിന്നർ കഴിച്ചു. ഞാൻ നൈറ്റ് എന്തെങ്കിലും ലൈറ്റായിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഫീൽ ഫ്രീ ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.